മക്കളെ എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മുടെ ക്ലാസ് ഇന്ന് തുടങ്ങിയാണ്. നമ്മുടെ ഫാമിലി പാരമ്പര്യം നിങ്ങൾക്കറിയാമല്ലോ. ആരെ കണ്ടാലും ക ക ക എന്ന് പറയണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ക ക ക ക ക ക കു കു കു. എടിക്കാ ഇങ്ങോട്ട് വന്നേ. നമ്മളൊക്കെ ക ക ക എന്ന് പറയുമ്പോ ഇവ മാത്രം എന്താ കൂ 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 എന്ന് പറയുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓ, ഇയാൾ രാവിലെ തുടങ്ങിയോ? പാവം കുട്ടി ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്, അതുകൊണ്ടായിരിക്കും. നിങ്ങളെ വെറുതെ സീനാക്കണ്ട. സീനോ? ഇവന്റെ കളർ കണ്ടോ? ഇവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടോ? സത്യം പറയടി, നീ ആ പാട്ടുകാരൻ കുയിലിന്റെ കൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. നിങ്ങൾ വെറുതെ അതും ഇതും പറയല്ലേ. ഈശ്വര, ഈ സംശയരോഗം എന്നാണാവോ മാറുന്നത്? അവൻ എന്റെ ബെസ്റ്റിയാ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നിർത്തറ നിന്റെ ഈ ഡിറ്റക്റ്റീവ് കളി. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെല്ലാം ആ കള്ളിക്കുയിലിന്റെ കളിയാണ്. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ബ്രൂട്ട് പാരസിറ്റിസം എന്നാണ് പറയുന്നത്. അതെന്താ മുത്തശ്ശ, ഏതെങ്കിലും പുതിയ ടൈപ്പ് ഉടായിപ്പാണോ? യെസ്, ഇതൊരു സ്കാം തന്നെയാണ്. ഈ കുയിലുകൾക്ക് സ്വന്തമായി കൂട് പണിയാൻ വലിയ മടിയാണ്. ആ കുയിൽ പെണ്ണ് പതുക്കെ വന്ന് നമ്മുടെ ഒരു മുട്ട അവിടെ അടിച്ചു മാറ്റും. അതേപോലെ ഇരിക്കുന്ന അവളുടെ ഒരു മുട്ട അവിടെ വെക്കും. ഇതിനെയാണ് എഗ് മിമിക്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവൻ കൂ കൂ എന്ന് പറയുന്നത് അവൻ കുയിലാണ് മോനെ. അവന്റെ സോഫ്റ്റ്വെയറിലുള്ളത് ആ പാട്ടാണ്. നീ എത്ര അപ്ഡേറ്റ് ചെയ്താലും അത് മാറില്ല. അവൻ കാന്ന് പറയില്ല. മോളെപ്പാ എന്നോട് ക്ഷമിക്ക്. എനിക്ക് ഈ സയൻസ് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഡൗട്ട് അടിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല മുത്തേ, നീ പിണങ്ങല്ലേ. എന്നാലും നിങ്ങൾ എന്നെ സംശയിച്ചല്ലോ. ഇനിയെങ്കിലും കാര്യമറിയാതെ ഒന്നും പറയരുതേ. വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവ് അത്ര എളുപ്പം ഉണങ്ങില്ല. ബൈ. താങ്ക്സ് ഡാഡി. എന്റെ റിയൽ പപ്പ അപ്പുറത്ത് വെയിറ്റിംഗ് ആണ്. ഞാൻ പോയി ഒരു ലൈവ് കോൺസേർട്ട് നടത്തട്ടെ. ബൈ. ഡേയ്, എന്റെ പൈസക്ക് തിന്നടിച്ചിട്ട് ഒരു നന്ദി പോലും ഇല്ലാതെ പോകുന്നത് കണ്ടോ? നാണമില്ലാത്തവൻ. നോക്കിക്കോ, അടുത്ത തവണ മുട്ടയിടുമ്പോ ഞാൻ CCTV വെക്കും. വിട്ടേക്ക് നാ, അവൻ അവന്റെ ലോകത്തേക്ക് പോകട്ടെ. നീ പോയി ബാക്കി പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നോക്ക്.